നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിക്രൂരമായ കൊലപാതകം, ആ കൊലപാതകം അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനേക്കാൾ ഭയാനകമായ റിപ്പോർട്ടാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ബാറിന് മുന്നിൽ യുവാവിനെ ക്രൂരമായി തല്ലിക്കൊന്ന സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: മർദ്ദനത്തിൽ യുവാവിൻ്റെ വാരിയെല്ല് ഒടിഞ്ഞ് ഉള്ളിലേക്ക് തറച്ചു കയറി. കൊല്ലപ്പെട്ട വിഴിഞ്ഞ സ്വദേശി സുമന് ആന്തരികമായി നിരവധി പരിക്കുകളുണ്ട്. നെഞ്ചിൽ രക്തസ്രാവമുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നെഞ്ചിനേറ്റ മർദ്ദനവും രക്തസ്രാവവുമാണ് മരണകാരണം. വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. വിഴിഞ്ഞം സ്വദേശി സുമന്റെ കൊലപാതകത്തിൽ അച്ചു, അനന്തു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലൊരു ഭയമുണ്ടാകുന്ന തരത്തിൽ അത്രയും ക്രൂരമായിട്ട്, കൊടും ക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് കണ്ടു നിന്നു ചിലർ എന്നതും അതിനേക്കാൾ ഏറെ ഭയാനകം. ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ ശ്രമിക്കാതെ അത്രയും കൊടും ക്രൂര ഉപദ്രവം അവിടെ നടക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് ഒന്ന് പിടിച്ചു മാറ്റാനോ മറ്റെന്തെങ്കിലും മാർഗം, അതായത് കൺമുന്നിൽ ഒരു യുവാവ് ഇത്രയും അധികം അടികൊള്ളുമ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ചുറ്റും നിന്നു കുറച്ചു പേർ എന്നതും അതിനേക്കാളേറെ ഭയാനകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ആരും കാണാതെ ചെയ്ത കൊലപാതകമല്ല. ചുറ്റും കുറേ പേരുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് കുറേ പേരുണ്ടായിരുന്നു, ബാറിലെ ജീവനക്കാരുണ്ടായിരുന്നു, ബാറിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്നൊരു കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു എന്ന് ആരും ആഗ്രഹിച്ചു പോകുന്നു. എന്തായാലും അത്തരത്തിൽ ഇടപെടലൊന്നും ഉണ്ടായില്ല. ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തായാലും പിടിയിലായ 2 പ്രതികളും സഹോദരങ്ങളാണ്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകം നടത്തിയ സഹോദരങ്ങൾ. 10ലധികം ആളുകളാണ് അവിടെ കൂടി നിന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നത്, വീഡിയോ എടുത്തുകൊണ്ട് നിന്നത്. യുവാനെ ക്രൂരമായി മർദ്ദിക്കുന്നത് ആരും തടയാൻ ശ്രമിച്ചില്ല, പിടിച്ചു മാറ്റിയില്ല. പകരം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുക്കാനുള്ള ആ ഒരു വെമ്പൽ അത് പ്രകടമാണ്. ആ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിഴിഞ്ഞ മുക്കോലയിലെ ബാർ ഹോട്ടലിൽ മദ്യപിക്കവെയാണ് പ്രതി അച്ചുവും സമീപത്തിരുന്ന് മദ്യപിക്കുന്ന ഷാനും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പിന്നാലെ ഇവർ രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഇവരുമായി ഒരു ബന്ധവുമില്ലാത്ത സുമൻ തർക്കത്തിൽ ഇടപെടുകയായിരുന്നു. ഇതോടെ അച്ചുവും സുമനും തമ്മിലായി അടിപിടി. രാത്രി 12 മണിയോടെ ഇരുവരും പുറത്തേക്ക് വന്നു. ഹോട്ടലിന് മുന്നിൽ വെച്ച് സുമൻ അച്ചുവിനെ തല്ലി. അച്ചു വീട്ടിലായിരുന്ന സഹോദരൻ അനന്തുവിനെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇരുവരും ചേർന്ന് സുമനെ തല്ലി ചതയ്ക്കുകയായിരുന്നു. സുമൻ നേരിട്ട ക്രൂരമർദ്ദനം വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം നടക്കുമ്പോൾ 2 ബാർ ജീവനക്കാർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി. ഇത് ചോദ്യം ചെയ്ത് പ്രതികൾ ജീവനക്കാർക്ക് നേരെ വന്നതോടെ ബാറിലെ ബൗൺസർ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. ഇതോടെ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കുരുമുളക് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ ആയിക്കൂടെ എന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. അത്രയും നേരം ആ വ്യക്തി അവിടെയിട്ട് ചവിട്ടുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രതിരോധമൊക്കെ കുറച്ചുകൂടി നേരത്തെ ആയിക്കൂടാ? സാഹചര്യം, സന്ദർഭം, സമയോചിതമായ ഇടപെടൽ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും 4 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമേറ്റ അബോധാവസ്ഥയിൽ കിടന്ന സുമനെ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചതും പോലീസിനെ വിവരം അറിയിച്ചതും ചൊവ്വര സ്വദേശിയായ അഭിലാഷാണ്. വിവരം അറിയിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ റോഡിൽ കിടന്ന സുമന്റെ ശരീരത്തിലൂടെ മറ്റു വാഹനങ്ങൾ അറിയാതെ കയറിപ്പോകുമായിരുന്നു. ചാക്കയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്ഛൻ ശ്രീകുമാറിന് കൂട്ടിരിക്കാൻ ചൊവ്വരയിലെ വീട്ടിൽ നിന്ന് പോവുകയായിരുന്ന അഭിലാഷാണ് ഈ സുമനെ ആശുപത്രിയിൽ എത്തിച്ചത്. കാറിൽ വരുമ്പോഴായിരുന്നു ബാറിന് മുന്നിലെ സർവീസ് റോഡിൽ ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ആളിന്റെ ശരീരത്തിൽ തന്റെ കാർ തട്ടിയോ എന്ന സംശയത്തെ തുടർന്ന് പിന്നോട്ടെടുത്തു വന്നു. നാട്ടുകാരും ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെട്ടവരോട് ആളെ റോഡിൽ നിന്ന് മാറ്റി കാറിലേക്ക് കയറ്റാൻ അഭിലാഷ് സഹായം ചോദിച്ചു. എന്നാൽ ഒരാളും പ്രതികരിച്ചില്ല എന്നാണ് അഭിലാഷിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് കിടാരക്കുഴിയിലുള്ള സുഹൃത്ത് അരുണിനെ വിളിച്ചു വരുത്തി. ഇതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിഞ്ഞു. ഇതേ തുടർന്ന് വിഴിഞ്ഞം പോലീസ് എത്തി. അഭിലാഷിന്റെ കാറിൽ സുമനെ കയറ്റി. വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നടത്തിയ പരിശോധനയിൽ സുമൻ മരിച്ചുപോയെന്ന് ഡോക്ടർ പറഞ്ഞു. തന്റെ കാർ തട്ടിയിട്ടുണ്ടോ എന്ന് അഭിലാഷ് പോലീസിനോട് സംശയം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിയുന്നതുവരെ സ്റ്റേഷനിൽ തുടരണമെന്ന് അഭിലാഷിനോട് പോലീസ് അറിയിച്ചു. ശക്തമായ ചവിട്ടേറ്റ് സുമന്റെ തലയിലെ രക്തക്കുഴലുകൾ, കഴുത്തിലെ എല്ലുകൾ എന്നിവ പൊട്ടിയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ്. 2 വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ മുറിവുണ്ടായിരുന്നു. ഹൃദയത്തിനും പരിക്കേറ്റിരുന്നു. ഇതെല്ലാം മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്.